100 വർഷം മഹാഭാരത കഥ പറഞ്ഞുകൊണ്ടിരുന്നില്ല. ഒരു ക്രൈസ്തവ ജന്മത്തിൻ്റെ ഒരു 400 വർഷം മുമ്പ് മുതൽ 400 വർഷം കഴിയുന്നവരെ മഹാഭാരതത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഭാരതത്തിൽ. ആ മഹാഭാരത കഥയിൽ പുതിയ കഥകൾ ചേർത്തുണ്ടായിരുന്നു, പുതിയ ചരിത്രങ്ങളുടെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫിലോസോഫിക്കൽ കാര്യങ്ങളുണ്ടായിരുന്നു, കഥകളുണ്ടായിരുന്നു. ഒരു കാലത്ത് രാജഗോപാലജി എഴുതിയതെന്താണ്, മഹാഭാരത നമ്മളുടെ നാഷണൽ ലൈബ്രറി ആയിരുന്നു. ഒരു ഐഡിയ വല്ലതും അല്ലെങ്കിൽ പറയാനുണ്ടെങ്കിൽ മഹാഭാരതത്തിൻ്റെ ഒരു റീടെല്ലിങ്ങിലാണ് അത് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു മഹാഭാരതത്തിന് എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയാൻ നിർത്തിയത് എന്ന് ഞാൻ മനസ്സിൽ ഒരു ആലോചന വന്നു. പി ലാലിൻ്റെ ഈ ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ ശരിക്ക് ഇന്നലെ സംഭവിച്ച ഒരു കഥയെ പോലെയാണ്. അത്ര നല്ല മോഡേൺ സ്റ്റൈലാണ് അത് എഴുതിയിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ കാലത്ത് തന്നെ നമ്മളുടെ സമയത്തിന് നമ്മളുടെ ഈ കാലത്തിൻ്റെ വലിയ കാര്യങ്ങൾ എന്തായിരിക്കും, അതിനെക്കുറിച്ചൊരു ഒരു വേദവ്യാസ ഇരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായിട്ടുണ്ടാവും. അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ വിചാരിച്ചു ഞാൻ എഴുതാൻ തുടങ്ങാം. അപ്പം ഞാൻ ഇരുന്ന് തുടങ്ങി പറഞ്ഞാൽ എനിക്കൊരു ജോലി ഉണ്ടല്ലോ. ഞാൻ ഐക്യരാജ്യസഭയിലെ ജനീവയിലെ അഭ്യർത്ഥികളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പ്രവർത്തിക്കുകയായിരുന്നു UNHCR. ആ സമയത്ത് വൈകുന്നേരം മാത്രമേ സമയം ഉണ്ടായിരുന്നില്ല. ഇടയിൽ കൂടെ എനിക്ക് 2 ഇരട്ട കുട്ടികളും ജനിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഉറങ്ങുന്ന വരെ വലിയ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ എഴുതാൻ തുടങ്ങി. ഇതിപ്പോൾ ഓർമ്മയുണ്ട്, ഞാനൊരു 10-32 പേജ് എഴുതി പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ. ഒരു ദിവസം എൻ്റെ ആങ്ങള, അവൻ ലണ്ടനിൽ ഡോക്ടറായി പ്രവർത്തിക്കുന്ന, അവനെന്നെ കാണാൻ വന്നു. എന്നിട്ട് ഒരു ഞായറാഴ്ച രാവിലെ ഞാൻ എന്തോ കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്യായിരുന്നു. അവൻ അതിനെ എടുത്തിട്ട് വായിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഒരു ഭാഗത്ത് കണ്ടു, വായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ പേജ് ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റോട് വായിച്ചുകൊണ്ട് അവസാനത്തെ പേജ് അവൻ തിരിയുന്നു. എന്നിട്ട് അവൻ എന്നോട് ചോദിക്കുന്നു, ഇതിൻ്റെ മറ്റേ ഭാഗങ്ങളൊക്കെ അവിടെ വേർ ഇസ് ദ റെസ്റ്റ് ഓഫ് ദിസ് എന്ന് ചോദിച്ചു. ഇതേപോലെ റെസ്റ്റ് ഒന്നും ഇല്ല പറഞ്ഞു. അതെ, എഴുതിയിട്ടില്ല. അയ്യോ, ഇത് എത്ര ഇൻട്രസ്റ്റിംഗ് ആണ്, ഇനി എഴുതിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. ആ ഇൻസ്പിറേഷനാണ് ഞാൻ വീണ്ടും തുടങ്ങിയത്. അപ്പം 100 പേജ് എഴുതിയ ശേഷം ഞാൻ ലിറ്റററി ഏജൻറ്റിന് അയച്ചു കൊടുത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചവരെല്ലാവരും. അപ്പം അങ്ങനെ ആ വരുന്ന വിശ്വാസത്തോടെ ഞാൻ ആ പുസ്തകം എഴുതി. പക്ഷേ എനിക്ക് 2 വലിയ ഇൻട്രസ്റ്റാണ്. ഒന്നാം കാര്യം, മഹാഭാരതത്തിൻ്റെ കഥയെ എങ്ങനെ നമ്മൾ ഈ 20ാമത്തെ നൂറ്റാണ്ടത്തേക്ക് ആക്കുക.